ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച് UDF അത് സ്വീകരിച്ചു. UDF അതിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സുന്നി യുവജന സംഘടനകൾ ഈ സഹകരണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. UDFന് ലഭിക്കേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും എന്ന വാദമാണ് അവർ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ശരിയാണോ? അവർ ഉയർത്തുന്ന വാദം ശരിയാണോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഒരു വശത്ത് കിട്ടുമ്പോൾ മറുവശത്തുനിന്ന് UDFന് മുസ്ലിം വോട്ടുകളിൽ നിന്നൊരു ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാവുന്ന പോലെ മുസ്ലിം സമുദായത്തില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുന്നികളാണ്. ഒരു 70-80% തന്നെ സുന്നികളാണുള്ളത്. അപ്പൊ സുന്നികൾ തന്നെ AK വിഭാഗത്തിന് AP വിഭാഗത്തെക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. സ്വാഭാവികമായിട്ടും AK വിഭാഗത്തിന്റെ എതിർപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്ഷണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയത്തിൽ അവരെടുക്കുന്ന നിലപാട് ഇത്രയും കാലമായിട്ട് അവര് ലീഗ് അനുകൂലികളായിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് ലീഗ് CIC പ്രശ്നം വന്നപ്പോഴൊക്കെ ലീഗുമായിട്ട് എതിർത്ത് നിൽക്കുന്ന രണ്ട് വിഭാഗം. ഒന്ന് ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗമുണ്ട്, അതേസമയത്ത് തന്നെ ലീഗിനെ എതിർക്കുന്ന ശക്തമായൊരു വിഭാഗം തന്നെ ഉണ്ട് അതിൽ. അപ്പൊ അത് അവരുടെ നമുക്കറിയാവുന്ന പോലെ സമസ്തയുടെ മുഷാവറ യോഗം നേരത്തെ പ്രഖ്യാപിച്ചത് ഈ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ്, അവര് തീവ്രവാദികളാണ് എന്നുള്ളതാണ്. ഒരു തരത്തിൽ അവരുമായിട്ട് കൂട്ടുകെട്ട് പാടില്ല എന്നാണ് നേരത്തെ മുഷാവറ യോഗം തീരുമാനിച്ചത്. അപ്പൊ അതിൽ നിന്ന് അവർ ഇതുവരെ മാറിയിട്ടില്ല. പലപ്പോഴും ഈ സമസ്തയുടെ EK വിഭാഗത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ജിഫ്രി തങ്ങൾ അദ്ദേഹം ഈ മുജാഹിദുകൾക്കെതിരെയും അതേപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കെതിരെയും ശക്തമായി പറയുന്ന ആളാണ്. അതിന്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ലീഗ് ഉൾപ്പെടുന്ന UDF ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ തങ്ങളുടെ ഒപ്പം ചേർക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് അസോസിയേറ്റ് അംഗത്വമൊക്കെ കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർ സമസ്തക്കാരെ കണക്കാക്കുന്ന തീവ്രവാദികളെ അവരുടെ നിലപാടിലുള്ള തീവ്രവാദികളെ ലീഗ് അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കുക, അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ എതിർക്കുക എന്ന് പറയുന്ന ഒരു നിലപാടായിരിക്കും സമസ്തയുടെ ഈ വിഭാഗത്തിന്റെ. മൊത്തമായിട്ട് സമസ്ത അങ്ങനെയാണെന്നല്ല, ഈ EK വിഭാഗത്തിൽ തന്നെ ലീഗ് വിരുദ്ധ വിഭാഗമുണ്ട്. ആ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ നിലപാട് അങ്ങനെയായിരിക്കും. അവരുടെ നേതാക്കന്മാരിൽ പല ആളുകളും അമീൻ ഫസിയെ പോലുള്ള ആളുകളൊക്കെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് വിരുദ്ധനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർക്ക് വിരുദ്ധരായിട്ടുള്ള ആളുകൾ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർ ശ്രമിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊരു സത്യത്തിൽ ബലാബലം തന്നെയാണ്. അതിൽ ഇവിടെ നമുക്കറിയാവുന്ന പോലെ വെൽഫെയർ പാർട്ടി നല്ല വേരോട്ടമുള്ള പ്രദേശം കൂടിയാണ് ഇതൊക്കെ. എങ്കിൽ പോലും അതിനേക്കാൾ വേരോട്ടമുള്ള ഒന്നാണ് സമസ്ത എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ എത്ര ആളുകൾ ലീഗ് വിരുദ്ധമായിട്ട് നിലപാടെടുക്കും, UDF വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ല, അങ്ങനെയെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ആ വോട്ടുകൾ ആർക്ക് അനുകൂലമായി പോവാനാണ് സാധ്യത? നമുക്കറിയാമല്ലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ഒരു തരത്തിലും വിരോധമില്ല, LDFനോട് വിരോധമില്ല, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെയാണ്. അത് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലായിരുന്നു. മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എല്ലാ ജില്ലകളിലും പ്രമുഖരായിട്ടുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവിടെ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഉമർ ഫൈസി പറഞ്ഞ കാര്യമാണിത്. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടത് 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും LDF 8 സീറ്റ് കൂടുതൽ നേടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ഈ സ്വാഭാവികമായിട്ട് ഇവരുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നുള്ളതാണ്. അത് ഇവിടെയും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പൊ വേറെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ റിസൾട്ട് മാറ്റാനൊന്നും പറ്റണമെന്നില്ല. സ്വാഭാവികമായിട്ടും LDFനെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യാൻ സാധിക്കും. ശരി, വളരെ നന്ദി ഡോക്ടർ. നന്ദി. A. സജീവൻ പ്രതികരിച്ചതിന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മഞ്ജുഷ് ഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്.